പ്രിയ സഹോദരങ്ങളെ, ചാർലി ചാപ്ലിന്റെ പ്രശസ്തമായ മോഡേൺ ടൈംസ് എന്ന സിനിമയിലെ ഒരു രംഗം പലർക്കും പരിചിതമായിരിക്കും. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ചാപ്ലിന്റെ ജോലി വളരെ ലളിതമാണ്. ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടന്നുപോകുന്ന ബോൾട്ടുകൾ മുറുക്കുക. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അതേ പ്രവൃത്തി. ഒടുവിൽ ആ ജോലി അദ്ദേഹത്തെ അത്രയധികം കീഴടക്കുന്നു. ജോലി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കൈകൾ ബോൾട്ട് മുറുക്കുന്ന ചലനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ രംഗം നമ്മെ ചിരിപ്പിക്കുന്നു. എന്നാൽ അതേസമയം ഒരു ഗൗരവമായ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇത്രയും തിരക്കിലായിപ്പോയോ? ഞാൻ ചെയ്യുന്നതെന്തിനാണെന്ന് പോലും മറന്നുപോയോ? ഇന്നത്തെ ലോകത്തിൽ അനേകം ആളുകളുടെ ജീവിതം ഇങ്ങനെയാണ്. ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു, ആശങ്കപ്പെടുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു. മതജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കാം. നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, നൊവേനകൾ ചൊല്ലുന്നു, സംഘടനകളിൽ സേവനം ചെയ്യുന്നു, ആത്മീയ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇവയെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഒരു ആഴമുള്ള ചോദ്യം ഒളിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്തിനുവേണ്ടി? ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, എല്ലാ കൽപ്പനകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അവൻ ഒരു നിയമം മാത്രം അന്വേഷിച്ചിരുന്നില്ല. ജീവിതത്തിന്റെ കേന്ദ്രം എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു. നൂറുകണക്കിന് നിയമങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യേശു മറുപടി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണമനസ്സോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണം. അതിനുശേഷം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അവസാനമായി അദ്ദേഹം പറയുന്നു, ഇവയേക്കാൾ വലിയ കൽപ്പന മറ്റൊന്നുമില്ല. ശ്രദ്ധിക്കുക, യേശു ആദ്യം സംസാരിക്കുന്നത് ബലിയെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ ഉപവാസത്തെക്കുറിച്ചോ അല്ല. അദ്ദേഹം സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. കാരണം സ്നേഹമാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം. പ്രാർത്ഥനയുടെ ലക്ഷ്യം സ്നേഹത്തെ ആഴപ്പെടുത്തുകയാണ്. ആരാധനയുടെ ലക്ഷ്യം സ്നേഹത്തെ പ്രകടിപ്പിക്കുകയാണ്. കൽപ്പനകളുടെ ലക്ഷ്യം സ്നേഹത്തെ സംരക്ഷിക്കുകയാണ്. സഭയുടെ ലക്ഷ്യം നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ്. സ്നേഹമില്ലെങ്കിൽ മതം ഒരു ശീലമായി മാറും. സ്നേഹമില്ലെങ്കിൽ പ്രാർത്ഥന വെറും വാക്കുകളായി മാറും. സ്നേഹമില്ലെങ്കിൽ ധാർമ്മികത നിയമങ്ങളുടെ ഭാരമായി മാറും. അപ്പോൾ ജീവിതം മുഴുവൻ ബോട്ടുകൾ മുറുക്കിക്കൊണ്ടിരിക്കാം, പക്ഷേ ജീവിതത്തിന്റെ അർത്ഥം ഒരിക്കലും കണ്ടെത്താനാവില്ല. ആ ശാസ്ത്രി യേശുവിന്റെ വാക്കുകൾ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുകയും അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് എല്ലാ ബലികളെയും കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. എത്ര മനോഹരമായ മറുപടി! യേശു പറഞ്ഞില്ല, നീ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ അകലെയല്ല. അതായത് സത്യം മനസ്സിലാക്കുക മാത്രം പോരാ. സ്നേഹത്തെക്കുറിച്ച് അറിയുന്നതും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതും രണ്ടാണ്. പലർക്കും ബൈബിൾ അറിയാം. പലർക്കും സഭയുടെ ഉപദേശങ്ങൾ അറിയാം. പലർക്കും വിശ്വാസത്തെക്കുറിച്ച് അറിവുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം അറിവിനെക്കുറിച്ചല്ല. അതൊരു പരിവർത്തനത്തെക്കുറിച്ചാണ്. ചോദ്യം ഇതല്ല, ദൈവത്തെ സ്നേഹിക്കണം എന്ന് എനിക്ക് അറിയാമോ? യഥാർത്ഥ ചോദ്യം ഇതാണ്, ഞാൻ ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെല്ലുവിളി. യേശു പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഹൃദയത്തിന്റെ ഒരു ഭാഗം മാത്രം അല്ല, മുഴുവൻ ഹൃദയം. നമ്മൾ സത്യസന്ധമായി നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും. നമ്മുടെ ഹൃദയം പലപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതോടൊപ്പം നമ്മുടെ സുഖസൗകര്യങ്ങളെയും സ്വപ്നങ്ങളെയും അഭിമാനത്തെയും പദ്ധതികളെയും മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വിഭജിക്കപ്പെടുന്നു. ഇതിനാലാണ് മഹാനായ കാർമലൈറ്റ് വിശുദ്ധനായ വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞത്, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നമ്മെ വിധിക്കുക സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മുടെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയല്ല, നമ്മുടെ പദവികളെ അടിസ്ഥാനമാക്കിയല്ല, നമ്മുടെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയല്ല. നാം എത്രമാത്രം സ്നേഹിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ സുവിശേഷത്തിന്റെ ഏറ്റവും മനോഹരമായ സത്യം വരുന്നു. യേശു സ്നേഹിക്കാൻ നമ്മോട് കൽപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അദ്ദേഹം തന്നെ സ്നേഹത്തിന്റെ പൂർണ്ണ മാതൃകയാണ്. പിതാവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചത് യേശുവാണ്. ഈ കൽപ്പന പൂർണ്ണമായി നിറവേറ്റിയത് യേശുവാണ്. ആ സ്നേഹമാണ് അവനെ കുരിശിലേക്ക് നയിച്ചത്. കുരിശിൽ നാം ഈ രണ്ട് മഹാകൽപ്പനകളും ഒന്നാകുന്നതായി കാണുന്നു. പിതാവിനോടുള്ള പൂർണ്ണ സ്നേഹം,
മനുഷ്യരോടുള്ള പൂർണ്ണ സ്നേഹം. അതിനാലാണ് നാം ഇന്ന് ഈ ബലിപീഠത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. നാം പൂർണ്ണമായി സ്നേഹിച്ചതിനാലല്ല, ക്രിസ്തു പൂർണ്ണമായി സ്നേഹിച്ചതിനാലാണ്. നാം നമ്മുടെ തകർന്ന ഹൃദയങ്ങളുമായി വരുന്നു, നമ്മുടെ ബലഹീനതകളുമായി വരുന്നു, നമ്മുടെ അപൂർണമായ മാനസാന്തരവുമായി വരുന്നു. ഇവിടെ കർത്താവ് തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകുന്നു. അവിടുത്തെ സ്നേഹം നമ്മുടെ സ്നേഹക്കുറവ് നിറയ്ക്കുന്നു. അവിടുത്തെ കൃപ നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നു. അവിടുത്തെ ഹൃദയം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? എന്റെ തീരുമാനങ്ങളെ നയിക്കുന്നത് എന്താണ്? എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ കേന്ദ്രം എന്താണ്? നമ്മുടെ ഹൃദയം ഇപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ നിരാശരാകരുത്. ആ ഹൃദയം ക്രിസ്തുവിന്റെ പക്കൽ കൊണ്ടുവരുക. കാരണം അവിടുത്തെ സ്നേഹം നമ്മുടെ വിജയത്തിനുള്ള പ്രതിഫലം അല്ല, അത് നമ്മുടെ പരാജയത്തിനുള്ള ഔഷധമാണ്. ഈ വിശുദ്ധ കുർബാനയിൽ നാം അവിടുത്തെ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണമനസ്സോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കാനും അയൽക്കാരനെ നമ്മെപ്പോലെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു ഹൃദയം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നാം ദൈവരാജ്യത്തിന് സമീപം മാത്രമല്ല, ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ആമേൻ.